വിളിക്കുവാനും മടിയിലെടുത്ത് വയ്ക്കുമ്പോ 28 നാള് പോലും കഴിയാത്ത മകനച്ഛൻ്റെ മടിയിൽ മുട്ടുകുത്തി എഴുന്നേറ്റിരുന്നു. അച്ഛനോട് തന്നെ പറഞ്ഞു തിരിച്ചു വാടാർത്തമ്പി എന്തിനെ കൊണ്ടാണ് ഭഗവാനെ, ഏതിനെ കൊണ്ടാണ് എന്നെ കട്ടകള്ളന്മാരെ പോലെ കാട്ടുപള്ളിയാല കെട്ടാനും കൂട്ടാനും വരുന്നത്? അച്ഛനെന്നെ പേര് വിളിക്കുകയാണെന്ന് വന്നാലോ? പഞ്ഞിപ്പരുത്തി നാട്ടിലെ പഞ്ഞിയും പരുത്തിയൊക്കെ കെട്ടുടങ്ങി പോകില്ല ഭഗവാനെ. അങ്ങക്ക് എന്നെ പേര് വിളിക്കുകയാണെന്ന് വന്നാല് ഭൂമിലോകത്തുള്ള മഹാജനങ്ങളുടെ പേരുകളൊക്കെ നശിച്ചു പോകില്ലേ എന്ന് പറയുന്നു. അച്ഛൻ പരമേശ്വരനാകുന്നു ആയിരിക്കുന്നല്ലോ. ഈ മകന്റെ വാക്കും മതിലും കേട്ടു. ശ്രമത്തിൽ 3 നൂറിൽ നിന്നും 2 നൂറ് വലിച്ചെടുത്തു. ഉത്തരപ്പെടുവേലിരിക്കുന്നവന്റെ കല്ലുകൾ കുത്തിക്കൊടുക്കുന്നു. ഇടത് വാകെ കൊണ്ടാശ കാട്ടി വലത് വാകെ കൊണ്ടുപോകുന്നു. സ്ഥലത്തണഞ്ഞു മകനെ അഴകുചിതമുള്ള പേര് വിളിക്കുവാനെടുക്കുന്ന നേരത്ത് അച്ഛൻ പരമേശ്വരനെന്തോ കണ്ട മക്കളെ ഞാനൊരു പേര് വിളിച്ചില്ലേ, ഈ മകനെ ഞാൻ എന്തോ ഒരു പേര് വിളിക്കേണ്ടു, ഏതോ ഒരു പേര് വിളിക്കേണ്ടു എന്നൊന്നെന്തോ പരമേശ്വരൻ അച്ഛനായിരിക്കുന്നു. ഉണ്ണീ മകരുടെ അടിമുഖത്തേക്ക് നോക്കുമ്പോ മകരുടെ അടിമുഖത്ത് കണ്ടവന്ന് പോകുന്നു മിന്നും പൊന്നും കിരീടമാ. 40 അംഗങ്ങളെ പോകുന്നൊരു മഴ കൊണ്ടോകല് തങ്കച്ചടകായി തോന്നുന്നു. തിരുവയറിന്മേൽ കെട്ടൊപ്പം പട്ടൊപ്പം ആരോടൊപ്പം മുടിക്കോല് മഴകു തോന്നി. ചെറിയൊരു പൊതിന് പുറത്തിരിക്കുന്നത് പോലെ തോന്നുമ്പോ നീ മകനായിരിക്കുന്നു. അന്നേരത്ത് പേര് വിളിക്കുന്നു. അച്ഛൻ പരമേശ്വരന്റെ ബീജത്താലും മഹാവിഷ്ണു ഭഗവാനെ മായാല മകളാ മകനെ അസുരാഗുരുവേ പൊന്നുണ്ണി വിഷുവായേ, അസുരാഗുരുവേ പൊന്നുണ്ണിയേ വിഷുവായേ, അസുരാഗുരുവേ പൊന്നുണ്ണി വിഷമായ ചാത്ത, പൊന്നുണ്ണി വിഷുമായ ചാത്ത, വിഷുമായ ചാത്ത, വിഷുമായ ചാത്ത എന്റെ മോനെ പൊന്നുണ്ണിയെ വിഷുവായേ എന്നങ്ങനെ 3 പേരും 30 പേരും കൂട്ടിയ ചെന്നകനെ പേര് വിളിച്ചു കാണുന്നപ്പോ